തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം ഏറെ ശ്രദ്ധേയമായ ഒരു അധ്യായമാണ്. കാരണം നമ്മുടെ അനുദിന ജീവിതത്തിലെ ഒത്തിരി ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം ലഭിക്കുന്ന ഒരു അധ്യായമാണ്. ഈ അധ്യായത്തിൽ ഒത്തിരി കഥാപാത്രങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. മർത്ത, മറിയം, അവരുടെ സഹോദരനായിട്ടുള്ള ലാസറിൻ്റെ രോഗാവസ്ഥ, പിന്നീടുണ്ടാവുന്ന മരണം, പിന്നീട് യേശു വന്ന് ഉയർപ്പിക്കുന്നത്, അങ്ങനെ തുടങ്ങി ഒത്തിരിയേറെ കാര്യങ്ങൾ ചേർത്ത് വച്ചിരിക്കുന്ന മനോഹരമായ ഒരു അധ്യായമാണ് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വചന ശുശ്രൂഷ സമയം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ഒരല്പസമയം പരിശുദ്ധാത്മാവ് നമ്മുടെ അനുദിന ജീവിതത്തിന് ആവശ്യമായ ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. സെൻറ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 11 വേർഡ്സ് 3 and 4. സാധിക്കുന്നവരൊക്കെ ബൈബിൾ തുറന്ന് ഈ വചനം നമ്മൾ ഒരുമിച്ച് വായിച്ച് പഠിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: കർത്താവേ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കലേക്ക് ആളയച്ചു. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. സെൻറ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 11 വേർഡ്സ് 3 and 4. So the sisters sent a message to Jesus, Lord, he whom you love is ill. But when Jesus heard it, he said, this illness does not lead to death. Rather, it is for God's glory, so that the Son of God may be glorified through it. പ്രിയപ്പെട്ടവരെ, ലാസർ രോഗിയായിരിക്കുന്നു എന്നുള്ള വാർത്ത ഇതാ യേശുവിനെ അറിയിക്കുന്നതാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട വചനഭാഗം. ചിലർ ചിന്തിക്കും, പലതവണ വായിച്ചിട്ടുണ്ടല്ലോ, ഇതിലെന്താ ഇത്ര പ്രത്യേകമായിട്ടുള്ളതെന്ന് ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കാം. എന്നാൽ ഈ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൃത്യം വ്യക്തമായി എന്നോടും നിന്നോടും ചില ആത്മീയ ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താണ് വചനം പഠിപ്പിക്കുന്നത്? ഈശോയോട് പറയും, ഈശോയെ, നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. യേശുവേ, നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. യേശുവിനെ സ്നേഹിക്കുന്നവനല്ല രോഗി, മറിച്ച് യേശു സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ആഴത്തിലൊന്ന് ചിന്തിച്ചാൽ ചില കാര്യങ്ങൾ നമ്മളോട് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നില്ലേ? നമ്മുടെയൊക്കെ മനസ്സിൽ പലപ്പോഴും ഉള്ളൊരു ചോദ്യമുണ്ട്, ദൈവം സ്നേഹിക്കുന്നവർക്ക് രോഗമുണ്ടാകുമോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്കല്ല, ദൈവം സ്നേഹിക്കുന്നവർക്ക് രോഗമുണ്ടാകുമോ? കഷ്ടപ്പാടുകൾ ഉണ്ടാകുമോ? അതായത് നീതിമാനായി ജീവിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകുമോ? വളരെ പ്രസക്തമായൊരു ചോദ്യം. കാരണം നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ കഷ്ടപ്പാടുകളും രോഗവും ദുരിതവുമൊക്കെ ദൈവം ശിക്ഷിക്കുന്നതിൻ്റെയും നിൻ്റെ ജീവിതത്തിൽ നാശത്തിന് കാരണമാവുന്നതിൻ്റെയും അടയാളമായി പലരും ചിത്രീകരിക്കുന്നുണ്ട്. ഇപ്രകാരമുള്ള മാനസിക അവസ്ഥയുടെ ഒത്ത നടുവിലാണ് ഈശോ ഇന്നൊരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത്. വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യേശുവേ, നീ സ്നേഹിച്ചിരിക്കുന്ന
സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ലാസർ ദാ രോഗിയായിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, രോഗവും കഷ്ടപ്പാടുകളും ദൈവം നിന്നെ ശിക്ഷിക്കുന്നതിൻ്റെ അടയാളമല്ല. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ക്യാൻസർ രോഗി, കിടപ്പാണ്, കുറേ നാളായി അദ്ദേഹം സഹിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ ആ വീട്ടിൽ കുറേ ആളുകളൊക്കെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഞങ്ങളൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെയാണ് ചെല്ലുന്നത്. ചെന്ന അവസരത്തിൽ ഈ രോഗിയുടെ മുറിയിലോട്ട് കയറുന്നതിന് മുമ്പ് ആ കുടുംബത്തിലെ ഒരു അംഗം എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, ദൈവം 8ൻ്റെ പണി കൊടുത്തതാ, ദൈവം ശിക്ഷിച്ചതാ, അയാൾക്ക് അങ്ങനെ തന്നെ വേണം. ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവകാര്യങ്ങൾക്കെതിരായി കുറേ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുടുംബാംഗം പറയുകയാണ്, ദൈവം ശിക്ഷിച്ചതാണ്, ദൈവം 8ൻ്റെ പണി കൊടുത്തെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പാഠമാണ്. രോഗവും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവം ശിക്ഷിച്ചതിൻ്റെ അടയാളമല്ല, മറിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുന്നവർക്ക് ഇപ്രകാരമുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് കൊറോണയുടെയും അതിൻ്റെ തിക്ത അനുഭവങ്ങളൊക്കെ നമ്മൾ നെഞ്ചിൽ പേറിക്കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്രകാരമുള്ള ദുരിത പീഡയുടെ നടുവിൽ സ്വാഭാവികമായിട്ടും ഈ ചിന്ത കടന്നു വരാം. കാരണം എന്താണെന്നറിയോ? ഈ രോഗം വരുമ്പോൾ, കഷ്ടപ്പാടുകൾ വരുമ്പോഴാണ് പിശാച് തൻ്റെ തനി സ്വഭാവം കാണിച്ചു തുടങ്ങുന്നത്. പിശാചിനെക്കുറിച്ച് പറയുന്നത് അവൻ നുണയും നുണയുടെ പിതാവുമാണെന്നല്ലേ. അതായത് ഏറ്റവും കൂടുതൽ പിശാച് നുണ പറയുന്ന സമയമാണ് നമുക്ക് രോഗവും കഷ്ടപ്പാടുകളും ഉണ്ടാവുന്ന സമയം. ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ രോഗം കഷ്ടപ്പാടുകളൊക്കെ വരുമ്പോൾ നമ്മൾ വല്ലാണ്ട് അസ്വസ്ഥപ്പെടാൻ തുടങ്ങും. നാളുകൾക്ക് മുമ്പ് ധ്യാനമന്ദിരത്തിൽ ഒരു ബിസിനസ്സുകാരനെ കൂട്ടിക്കൊണ്ടുവന്നു, ഒരു പ്രാർത്ഥനക്കാരൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികമായി വലിയ നിലയിൽ കഴിഞ്ഞതാണ്, ഇപ്പോൾ ഞെരുക്കത്തിലാണ്, കടബാധ്യത കൂടി. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തലയിൽ ഒരൊറ്റ ചിന്തയുള്ളൂ, ആത്മഹത്യ ചെയ്യണം, ചത്താ മതി, ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം ഇദ്ദേഹം തുറന്നു പറയുകയാണ്, അച്ഛാ, എൻ്റെ കയ്യിൽ ഒത്തിരി പണമുണ്ടായിരുന്നു, എനിക്ക് സമൂഹത്തിൽ വിലയുണ്ടായിരുന്നു, വീട്ടുകാരെന്നെ അംഗീകരിക്കുമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ അച്ഛാ? വളരെ ശോകമാണ് എൻ്റെ അവസ്ഥ. ആർക്കും എന്നോടൊരു മതിപ്പില്ല. കയ്യിൽ പണമില്ലാത്തവൻ ഒരു ഗുണവുമില്ലാത്ത അവസ്ഥയാണ് അച്ഛാ. അച്ഛാ, ഇനി ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? അച്ഛാ, എൻ്റെ തലയ്ക്കകത്ത് എപ്പോഴും ഇങ്ങനൊരു ചിന്തയാണ്, മരിക്കണം മരിക്കണം മരിക്കണം. ഇതാരാണ് ഈ ചിന്ത കൊടുക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ആരാ ഇപ്രകാരം ഒരു ചിന്ത ഇദ്ദേഹത്തിൻ്റെ തലയിൽ കൊടുക്കുന്നത്? പരിശുദ്ധാത്മാവാണോ? അല്ല. പിന്നെ ആരാ? ദുഷ്ടാത്മാവ്. നുണയും നുണയുടെ പിതാവുമായ പിശാച് എന്തു ചെയ്യുന്നു? തലയ്ക്കകത്ത് ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിന്നെ കൊള്ളിയല, ഇത് നിന്നെക്കൊണ്ട് കാര്യമൊന്നുമില്ല, നീ ഇനി അധ്വാനിച്ചാലൊന്നും നഷ്ടപ്പെട്ടൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല, നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, നീ പോയി ചാകുക, നീ പോയി മരിക്കുക, നിൻ്റെ ജീവിതം തീർന്നു. ഒരു പക്ഷേ എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിലും തത്തുല്യമായ അനുഭവങ്ങളില്ലേ? ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് അനുഭവപ്പെടുന്നത്? നിരാശയും ദുഃഖവും. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആര് വരും? നുണയുടെ പിതാവ് രംഗത്ത് വരും. ഈശോ 40 ദിവസങ്ങൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചു മരുഭൂമിയിൽ. 40-ാം ദിവസം വിശന്നു. വിശപ്പൊരു പ്രശ്നമാണല്ലോ. വിശപ്പൊരു പ്രശ്നമാണ്. ആ പ്രശ്നം, വിശപ്പുണ്ടായപ്പോൾ ആരാണ് ആദ്യം വന്നത്? സാത്താൻ, നുണയുടെ പിതാവ്. അവനവിടെ വരികയാണ്. എന്നിട്ട് എന്താ പഠിപ്പിക്കുന്നത്? നിനക്ക് വിശപ്പുണ്ടല്ലോ, ആ വിശപ്പ് മാറ്റാൻ നീ എന്ത് ചെയ്യണം? ഈ കല്ലിനെയൊക്കെ അപ്പമാക്കി മാറ്റുക. നുണ, പച്ച നുണ അവനെ പഠിപ്പിക്കുക.
നീ മാജിക്ക് ചെയ്യുക, നിൻ്റെ വിശപ്പ് മാറാനുള്ള വഴി ഇതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് എന്നിലും നിന്നിലും സംഭവിക്കാം. പ്രത്യേകിച്ച് ശാരീരികമായി നമ്മളൊക്കെ ക്ഷീണിക്കുമ്പോൾ, രോഗം വരുമ്പോൾ, പീഡയുണ്ടാകുമ്പോൾ ഇത് സംഭവിക്കാം. ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും 2 മക്കളും എല്ലാ ദിവസവും രാവിലത്തെ പരിശുദ്ധ കുർബാനയ്ക്ക് പോകും. വലിയ തീഷ്ണതയിൽ ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബം, ഈ കുടുംബത്തിലെ 2ാമത്തെ കുട്ടിക്ക് ഒരു രോഗം പിടിപെട്ടു. ഈ രോഗം പിടിപെട്ടതോടുകൂടി ഈ കുടുംബം മാനസികമായിട്ട് വലിയ ദുഃഖത്തിലായി. കുറേ നാളായിട്ട് ഇവർ പള്ളിയിലൊന്നും പോകുന്നില്ല, പ്രാർത്ഥനയൊക്കെ കുറഞ്ഞു. കുടുംബ യൂണിറ്റിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നതാണ്. ഇപ്പോൾ ഇവർ ആരോട് സംസാരിക്കാറില്ല, വീടിനുള്ളിൽ അടച്ചിട്ട നിലയിൽ എപ്പോഴും അസ്വസ്ഥമായി ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് വികാരിയച്ഛൻ വഴി ഈ കുടുംബത്തെ ഞാൻ പരിചയപ്പെട്ടത്. അങ്ങനെ ആ കുടുംബത്തിലുള്ളവരോട് സംസാരിച്ചു. അപ്പോൾ ആ കുടുംബാംഗങ്ങൾ പങ്കുവച്ചത് ഇങ്ങനെയാണ്: അച്ഛാ, ഞങ്ങളെല്ലാ ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നവരാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ കഴിഞ്ഞിട്ട് മറ്റെന്തോ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും പ്രാധാന്യത്തോടുകൂടെ ജീവിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഇളയ കുട്ടിക്കുണ്ടായ രോഗം ഇത് നിസ്സാരപ്പെട്ട രോഗമല്ല, ഞങ്ങളുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്ന രോഗമാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ അസ്വസ്ഥമാണ്. അതോടുകൂടി എന്ത് സംഭവിച്ചെന്നറിയോ? ഈ കുടുംബം ഈ രോഗം ഈ കുട്ടിക്കുണ്ടായതിന് ശേഷം പള്ളിപ്പോക്ക് നിർത്തി, പ്രാർത്ഥന നിർത്തി. കാരണം എന്താണെന്നറിയോ? അവർ ചോദിച്ച ചോദ്യം: ഇത്രയും നാൾ പള്ളിയിൽ പോയിട്ട് എന്ത് കിട്ടി? ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി? സമയനഷ്ടമെന്നല്ലാതെ രോഗം വന്നില്ലേ, പീഡകളല്ലേ, ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത് എന്നിലും കേൾക്കുന്ന നിന്നിലും സംഭവിക്കാം. നീതിമാനായി ജീവിച്ചുവെന്ന് കരുതി, ദൈവത്തെ നീ അത്രമാത്രം സ്നേഹിച്ചുവെന്ന് കരുതി നിൻ്റെ ജീവിതത്തിൽ രോഗം, കഷ്ടപ്പാടുകൾ ഉണ്ടാവില്ല എന്ന് ചിന്തിക്കരുത്. രോഗവും കഷ്ടപ്പാടുകളും ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മരണം വരെ ഈ കാര്യം ഉറപ്പിച്ചോണം. എന്താണ്? ജീവിതത്തിൽ നമ്മൾ ഇപ്രകാരമുള്ള അനുഭവങ്ങളെ നേരിടാൻ ഒരുക്കമുണ്ടായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പാഠമാണ്. പല കുടുംബങ്ങളിലും പല വ്യക്തി ജീവിതത്തിലും നല്ല തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിച്ചിരുന്ന, ദൈവാലയത്തിൽ പോയിക്കൊണ്ടിരുന്ന, ധ്യാന കേന്ദ്രങ്ങൾ പോയിക്കൊണ്ടിരുന്ന പലരുടെയും ജീവിതത്തിലെ ആത്മീയത നശിപ്പിച്ചൊരു കാര്യമാണ് എന്തെങ്കിലും തകർച്ച, ജോലി തടസ്സം, സാമ്പത്തിക ഞെരുക്കം, കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ ഉടനെ തന്നെ പള്ളി വേണ്ട, പ്രാർത്ഥന വേണ്ട, കുടുംബ പ്രാർത്ഥന വേണ്ട, ദൈവവിചാരം വേണ്ട എന്നിങ്ങനെ പിശാച് തലയ്ക്കകത്തിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈശോ ഇപ്പോൾ നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നീ ഒരു മനുഷ്യനാണോ? ഈ പ്രപഞ്ചത്തിൽ രോഗവും പീഡകളും ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ജീവിതത്തിൻ്റെ ഭാഗമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ഭാഗമാണ് രോഗവും കഷ്ടപ്പാടുകളും എങ്കിൽ ഇനിയാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. നമുക്കിങ്ങനെ ഈ കഷ്ടപ്പാടുകളും രോഗമൊക്കെ വരുമ്പോൾ നമ്മുടെ ദൈവം എന്തു ചെയ്യുന്നു? ഇതൊരു ചോദ്യമല്ലേ. നമ്മുടെ കഷ്ടപ്പാടുകൾ രോഗവും ഒക്കെ കണ്ടിട്ട് ദൈവം മാറിയിരുന്ന് ചിരിക്കുവാണോ? അല്ലേ? ചില കവികളും എഴുത്തുകാരൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, അല്ലേ? സ്വർഗത്തിലിരുന്നല്ലേ, ആകാശത്തിരുന്നു കൊണ്ട് മനുഷ്യൻ്റെ കണ്ണുനീര് കണ്ടിട്ട് ചിരിക്കുന്ന ദൈവം. നമ്മളെ വിശുദ്ധ ഗ്രന്ഥം പരിചയപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ചുള്ള ധാരണ ദൈവം മാറിയിരുന്നു കൊണ്ട് നമ്മുടെ കഷ്ടപ്പാട് കണ്ട് ചിരിക്കുന്നൊരു ദൈവത്തെക്കുറിച്ചല്ല, മറിച്ച് കൃത്യം വ്യക്തമായി ചില മേഖലകളിലൂടെ നമ്മളെ നയിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഉദാഹരണത്തിന്, ലാസർ രോഗിയായിരിക്കുന്നു. അവൻ്റെ സഹോദരിമാരെന്ത് ചെയ്തു? യേശുവിൻ്റെ പക്കലേക്ക് ഈ വാർത്ത ആദ്യം തന്നെ അറിയിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഒരു രോഗമുണ്ടാകുമ്പോൾ, കഷ്ടപ്പാടുകളുണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഈ വിഷയം ദൈവസന്നിധിയിൽ അറിയിക്കുക. ദൈവത്തോട് പറയാറുണ്ടോ? ഒരു രോഗമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടോ? കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടോ?
ഉണ്ട്. എപ്പോഴാ? എല്ലാം കഴിയുമ്പോൾ, അല്ലേ? ഒരു രോഗമുണ്ടാകുന്നു, ഉടനെ ആശുപത്രി കൊണ്ടുപോകുന്നു, ട്രീറ്റ്മെൻറ്റുകൾ തുടങ്ങുന്നു. അവസാന അസ്വസ്ഥമായ അവസരത്തിൽ പള്ളിയിൽ വന്ന് അച്ഛനോട് പറയുന്നു, അച്ഛാ പ്രാർത്ഥിക്കണം, പരിശുദ്ധ കുർബാനയെ പ്രാർത്ഥിക്കുന്നു, നൊവേന ചെല്ലുന്നു. എപ്പോഴാ? എല്ലാം കഴിഞ്ഞിട്ട്. പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഇപ്പോഴത്തെ ഒരു രീതി അങ്ങനെയാണ്. എല്ലാം കഴിഞ്ഞിട്ട്, പ്രശ്നമൊക്കെ രൂക്ഷമായി കഴിഞ്ഞിട്ട്, കഷ്ടപ്പാടുകളുണ്ടായി കഴിഞ്ഞിട്ട്. ഞാൻ ആദ്യം പറഞ്ഞ സാമ്പത്തിക തകർച്ച നേരിടുന്ന ബിസിനസ്സുകാരൻ, അവൻ്റെ ജീവിതത്തിൽ അവന് തകർച്ചയുണ്ടായപ്പോൾ അവൻ ചിന്തിച്ചെന്താ? ഈ സാമ്പത്തിക കടബാധ്യത എങ്ങനെ വീട്ടി തീർക്കാം? അവൻ്റെ ബുദ്ധി കൊണ്ട്, അവൻ്റെ കുടുംബ പാരമ്പര്യം കൊണ്ട്, ബന്ധുബലം കൊണ്ട്, കൂട്ടുകാർ കൊണ്ടൊക്കെ അവൻ ഈ സാമ്പത്തിക തകർച്ചയെ നേരിടാൻ ശ്രമിച്ചു. പരാജയം. ആരും സഹായിച്ചില്ല, ആരും കൂടെയില്ല. അവസാനം അവൻ്റെ തലയിലോട്ട് വന്ന ചിന്ത എന്താ? ഇനി ചത്തേക്കാം. എല്ലാം കഴിഞ്ഞിട്ട്, അതും കഴിഞ്ഞിട്ടാണ്, ആ ചിന്തയുടെ നടുവിലാണ് അദ്ദേഹത്തെ ധ്യാന കേന്ദ്രത്തിൽ കൂട്ടിക്കൊണ്ടുവരുന്നത്, പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാ ലാസറിൻ്റെ സഹോദരിമാർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം. ഒരു രോഗം, കഷ്ടപ്പാടുകൾ വരുമ്പോൾ ആദ്യം തന്നെ പ്രാർത്ഥിക്കുക. ആശുപത്രി പോകരുതെന്നല്ല, ചികിത്സ കൊടുക്കരുതെന്നല്ല, മറിച്ച് അത് അത്യാവശ്യമാണ്. പക്ഷേ ഈ കാര്യം ആദ്യം തന്നെ നമ്മൾ ചെയ്യണം. പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് മുമ്പിൽ ഉത്തരം തെളിയിച്ചു തരും. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, ലാസർ രോഗിയായപ്പോൾ ആദ്യം ചെയ്ത കാര്യം സഹോദരിമാർ യേശുവിൻ്റെ പക്കലേക്ക് ഈ വാർത്ത അറിയിക്കുകയാണ്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അതാണ് നമ്മുടെ വിഷയം. അതായത്, നിനക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ, കഷ്ടപ്പാടോ സാമ്പത്തിക തകർച്ചയോ രോഗമോ പീഡകളോ ഉണ്ടാകുമ്പോൾ നിൻ്റെ ദൈവം നിന്നോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതാ ഈശോ പ്രതികരിച്ച രീതി എന്താ? യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാം തിരുവചനം. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതത്രേ. എന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലായി? ഈശോ ഈ രോഗവാർത്ത കേട്ടപ്പോൾ ഈശോ അവർക്ക് ഒരു വചനം കൊടുക്കുകയാണ്. ആ വചനത്തിൽ 2 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ന് പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ അനുഭവിക്കുന്ന ഈ പ്രശ്നം ഇതൊരു അവസാനമല്ല. ഇതോടുകൂടെ ജീവിതം തീർന്നെന്ന് കരുതരുത്. ജീവിതത്തിൽ ഇനി പ്രത്യാശ നഷ്ടപ്പെട്ട വ്യക്തിയായി ഇരിക്കരുത്. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. ആരാ പഠിപ്പിക്കുന്നേ? സർവശക്തനായ ദൈവം. ചില വിഷയങ്ങളിൽ ഇപ്പോൾ നിരാശപ്പെട്ടല്ലേ ഇരിക്കുന്നത്, അല്ലേ? സങ്കടപ്പെട്ടല്ലേ ഇരിക്കുന്നത്. ഇനി ആരെന്നെ രക്ഷിക്കുമെന്നൊരു ചിന്തയിലല്ലേ ഇരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്നോട് പറയുന്നു, ഇത് ഒരു അവസാനമല്ല. ഈ പ്രതിസന്ധിയിൽ നീ ഞെരുങ്ങി തീരേണ്ട ഒരു വ്യക്തിയല്ല. നിന്റെ ജീവിതത്തിൽ മുന്നോട്ടിനിയും ചില ചുവടുകളുണ്ട്. രണ്ടാമതായിട്ട് വചനം പഠിപ്പിക്കുന്ന കാര്യം, ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഇത് ദൈവ മഹത്വത്തിനായി മാറ്റപ്പെടണം. ഈ കുറവ് ഒരു അനുഗ്രഹമായി മാറ്റപ്പെടും. അതായത് ഒരു പ്രതിസന്ധിയുടെ നടുവിൽ യേശു ചെയ്യുന്ന കാര്യമെന്താണ്? വചനം കൊടുത്തു. ആ വചനത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. സകല പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ആ വചനത്തിൽ അടങ്ങിയിട്ടുണ്ട്. പ്രശ്നവും പ്രതിസന്ധിയും സാമ്പത്തിക കടബാധിതയും രോഗമുണ്ടാകുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന സമ്മാനം വചനമാണ്. ഉത്തരം വചനം ഒരു വിത്താണ്. ഈ വിത്ത് പാകപ്പെട്ട് കഴിയുമ്പോൾ, നാളുകൾ കഴിയുമ്പോൾ വചനമാകുന്ന വിത്ത് ഇങ്ങനെ സാവധാനം പൊട്ടി മുളച്ച് വളരും. അത് പിന്നീട് ഫലം ചൂടും. അപ്പോൾ നമുക്ക് ഈ വചനമാകുന്ന വിത്തിനെ സ്വീകരിക്കാൻ ഹൃദയം ഒരുക്കുക. ഇതാണ് നമ്മുടെ പണി. ചിലരൊക്കെ ഈ ധ്യാനത്തിന് വരുമ്പോൾ 1-ാം ദിവസം തന്നെ അവരുടെ ആഗ്രഹം എന്താണെന്നറിയോ? വചന ശുശ്രൂഷയൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം തന്നെ ചില അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. പലരുടെ ആഗ്രഹമല്ലേ?
ആദ്യം തന്നെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. നാളുകൾക്ക് മുമ്പ് ഒരു ചേട്ടൻ ധ്യാനത്തിന് വന്നിരിക്കുക. ധ്യാനത്തിന് 500 പേര് പങ്കെടുക്കുന്ന ധ്യാനം. ഇദ്ദേഹം ഞാൻ നോക്കുമ്പോൾ കയ്യും കെട്ടി ഈ ശുശ്രൂഷയെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു. ബാക്കി എല്ലാവരും ശുശ്രൂഷയിൽ കൈ ഉയർത്തുന്നു, കൈയടിക്കുന്നു, പാട്ടുപാടുന്നു, ചിരിക്കുന്നു, കരയുന്നു. ഇദ്ദേഹം മാത്രം കൈയും കെട്ടി ഇദ്ദേഹം നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പം ഞാൻ ഇദ്ദേഹത്തെ ഇടവേള സമയത്ത് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നേ? ചേട്ടൻ പ്രാർത്ഥിക്കണ്ടേ? ചേട്ടൻ കൈ പൊക്കണം, സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഞാൻ ചെയ്യാം, പക്ഷേ എൻ്റെ ഒരു കാര്യം നടക്കാനുണ്ട്, അത് നടന്നു കഴിഞ്ഞാൽ ഞാനിതെല്ലാം ചെയ്തോളാം. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? അതേ, എൻ്റെ മുട്ടിനിച്ചിരി വേദനയുണ്ട്, ആ വേദനയൊന്നും മാറ്റി കിട്ടിയാൽ ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ആദ്യം അത്ഭുതം നടക്കട്ടെ, ആദ്യം സൗഖ്യം കിട്ടട്ടെ, ആദ്യം എൻ്റെ കാര്യം നടക്കട്ടെ. നടന്നു കിട്ടിയാലുണ്ടല്ലോ ഞാൻ നിങ്ങൾ പറയണ എന്തും ചെയ്യാം. കൈ പൊക്കണേ കൈ പൊക്കാം, ഞാൻ സ്തുതിക്കണേ സ്തുതിക്കാം, ഉപവാസം എടുക്കണം ഉപവാസം എടുക്കാം. ഇത് നമ്മുടെ പലരുടെയും ഉള്ളിലുള്ളൊരു തെറ്റായ ചിന്തയാണ്. ആദ്യമല്ല അത്ഭുതം, വചനമാണ് ആദ്യം. അത്ഭുതം അതിൻ്റെ പുറകെ വരും. വചനം സ്വീകരിക്കുന്ന വ്യക്തി, അനുസരിക്കാൻ തയ്യാറെടുക്കുന്ന വ്യക്തി, ആ വ്യക്തിയിൽ സംഭവിക്കുന്ന മാറ്റം എന്താ? അത്ഭുതങ്ങൾ അതിൻ്റെ പുറകെ ഓട്ടോമാറ്റിക്കലി സംഭവിച്ചുകൊള്ളും. വചനമാകുന്ന വിത്ത് പാകപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സംഭവിച്ചുകൊള്ളും. അതുകൊണ്ടാണ് മാതാപിതാക്കളോടൊക്കെ പറയും ഒരു പ്രധാനപ്പെട്ട കാര്യം, മക്കളെയെല്ലാം കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ധ്യാനകേന്ദ്രങ്ങളിലും പള്ളിയിലും പ്രാർത്ഥനാ കൂട്ടായ്മയിലൊക്കെ കൊണ്ടുപോകണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഉള്ളിൽ വചനമാകുന്ന വിത്ത് അങ്ങനെ പാകപ്പെടും. ഇപ്പോൾ അവർക്ക് വകതിരിവില്ലായിരിക്കും, അവർക്കതിൻ്റെ കാര്യഗൗരവം മനസ്സിലാവില്ല. ധ്യാനത്തിന് വരുമ്പോൾ ചിരിക്കും കളിക്കും, അവരോടും ചെയ്തോട്ടെ. പക്ഷേ ഒരു കാര്യം സംഭവിക്കും, അവരുടെ ഉള്ളിൽ വചനമാവുന്ന വിത്ത് സാവധാനം പാകപ്പെടും. പിന്നീട് ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ വചനമാകുന്ന വിത്ത് അവർക്ക് ഫലം ചൂടുന്ന അനുഭവം കൊടുക്കും. ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് ഓടിച്ചെന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കാരണം വിത്തില്ല, വചനമില്ല ഉള്ളിൽ. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വചനം നൽകുന്നു എന്നുള്ളതാണ്. പ്രതിസന്ധിയെ അതിജീവിക്കാൻ ഈ വചനം നമുക്ക് കരുതും. കാരണം ഈ വചനത്തിൻ്റെ അകത്ത് അത്ഭുതം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ബൈബിൾ ശ്രദ്ധിച്ചിട്ടില്ലേ? യേശു എവിടെയെല്ലാം വചനം പറഞ്ഞിട്ടുണ്ടോ ആ വചനത്തോട് ചേർത്ത് എന്തുണ്ട്? അത്ഭുതങ്ങളും അടയാളങ്ങളുമുണ്ട്. ഈശോ വെറുതെ അത്ഭുതങ്ങൾ ചെയ്തു നടന്നവനല്ല, മറിച്ച് വചനം പറഞ്ഞിട്ട് വചനത്തിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചത്. ഇപ്പോൾ ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, സാക്ഷ്യം പറയുക എന്നുള്ളൊരു ശുശ്രൂഷ. സാക്ഷ്യം പറയാൻ വേണ്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സാക്ഷിയല്ല, മറിച്ച് എന്താണ്? വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് കേട്ട വചനം എന്തായിട്ട് മാറുന്നു? വ്യക്തികൾ അനുഭവിച്ച് ഇതാ സമൂഹത്തിൽ ഏറ്റുപറയുകയാണ്, സാക്ഷ്യപ്പെടുത്തുകയാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളും പറയുകയാണ്, പങ്കുവയ്ക്കുകയാണ്. അതിൻ്റെ പിന്നിൽ എന്തുണ്ട്? വചനം സ്വീകരിച്ച അനുഭവമുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഇതാ പരിശുദ്ധാത്മാവ് നമ്മളെ അനുദിന ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം? ഒന്നാമത്തെ കാര്യം, ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവം ഉപേക്ഷിച്ചതായിട്ട് കണക്കാക്കല്ലേ. ജീവിതത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും. അങ്ങനെ നമ്മൾ അനുഭവിക്കുമ്പോൾ രണ്ടാമത്തെ ചിന്ത, ദൈവം എന്തു ചെയ്യുന്നു? ദൈവം ഇതാ ആ പ്രതിസന്ധിയുടെ മധ്യത്തിലേക്ക് വചനം തരുന്നു, സ്വർഗീയ ദൂത് നൽകുന്നു. ഈ വചനം ഒരു വിത്താണ്. അതിൻ്റെ ഉള്ളിൽ പ്രശ്നപരിഹാരത്തിനുള്ള അത്ഭുതങ്ങൾ ഇതാ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. സ്വീകരിക്കുന്ന ഓരോരുത്തരും ഈ അത്ഭുതങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് വചനത്തിൽ വിശ്വസിക്കാം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴത്തേക്ക് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ പോയി പരാതി പെറുപെറുപ്പിൽ
പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അവർക്കാർക്കെങ്കിലും നമ്മളെ സഹായിക്കാൻ പറ്റുമോ? അവർക്കാർക്കെങ്കിലും നമ്മളെ മനസ്സിലാകുമോ? മനസ്സിലാകിയാലെന്ന് മാത്രമല്ല, മാറിയിരുന്ന് നമ്മളെ കുറ്റം പറയും. എന്ത് കാര്യത്തിന്? മനസ്സിലാകുന്നവൻ്റെ മുമ്പിൽ പോയി നമ്മൾ പങ്കുവയ്ക്കണം. പ്രശ്നത്തിന് പരിഹാരം നൽകാൻ കെൽപ്പുള്ളവൻ്റെ മുമ്പിൽ പോയി നമ്മൾ പങ്കുവയ്ക്കണം. മർത്തായും മറിയവും ചെയ്ത കാര്യം ലാസർ രോഗിയായി യേശുവിനെ അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ അത് പങ്കുവയ്ക്കുക. നാട്ടുകാരുടെ വീട്ടുകാരുടെ മുമ്പിലിരുന്ന് കരയണ്ട, തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് കരയുക. ഉത്തരം ലഭിക്കും. വചനമാകുന്ന ഉത്തരം. പ്രശ്ന പരിഹാരത്തിന് അവിടെ ഇവിടെ ഓടി നടക്കണ്ട. വിശുദ്ധ ഗ്രന്ഥം ഉണ്ടല്ലോ, തുറക്കുക, വായിക്കുക. വചനം നമ്മുടെ ജീവിതത്തിൽ വിത്തായ വചനം അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കൃപയിലേക്ക് നമുക്ക് വളരാം. ദൈവസമൃദ്ധമായിട്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.